ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വളരെ വിശദമായ ഒരു പോസ്റ്റാണ്. അതിൻ്റെ തുടക്കം തന്നെ ഇതാണ്: നെഞ്ച് തകർക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വിനോദസഞ്ചാരികൾ കാശ്മീരിൽ നിന്നും അല്ലെങ്കിൽ ശ്രീനഗറിൽ നിന്നും മടങ്ങുന്നത് എന്നാണ്. അതായത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അത് ഈ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം പെഹൽഗാമിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഇവിടെ നിന്ന് പലായനം ചെയ്യുന്ന വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്ന വിനോദസഞ്ചാരികൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് ഇനി ഏതാനും മാസങ്ങൾ എടുക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വർഷം തന്നെ എടുത്തേക്കാം മടങ്ങി പഴയ ഒരു സ്ഥിതിയിലേക്ക് വരിക എന്നുള്ളത്. അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടന പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു വിനോദസഞ്ചാര മേഖല. അവിടെ കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിൽ വലിയ തോതിൽ ഉള്ളൊരു പുരോഗമനമാണ് ഉണ്ടായത്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പെഹൽഗാമിലെ ഈ പുൽമേടുകളിൽ കുതിര സവാരിക്കായി സഹായം ചെയ്തു കൊടുക്കുന്നവർ വരെ ഇതിൻ്റെ ഗുണം, ഇതിൻ്റെ നേട്ടം അനുഭവിച്ചവരാണ്. ടാക്സി സർവീസ് നടത്തുന്നവർ, ഹോട്ടലുകൾ നടത്തുന്നവർ, വിമാന സർവീസുകൾ നടത്തുന്നവർ, മറ്റ് ഏജൻസികൾ, ഇവ പലതരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശൃംഖലയാണ് വിനോദസഞ്ചാര മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആണ് ഒരു ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ഒരു തകർച്ച ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും പിടിച്ചു കയറാൻ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ കാശ്മീരിലേക്ക് എന്തടിസ്ഥാനത്തിലേക്ക് വരിക? ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ഒരു സർജ് ഉണ്ട്. അതായത് നേരത്തെ നമ്മളുമായി ഒരു കശ്മീർ യാത്രക്കാരൻ പറഞ്ഞ പോലെ തന്നെ ദാൽ തടാകത്തിന് ചുറ്റും രാവിലെ നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ട്യൂലിപ്പ് പൂക്കൾ വിരിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി എത്തുന്നവർ, വർഷത്തിൽ ഒരു തവണ മാത്രം വിരിയുന്ന ആ പൂക്കൾ കാണാൻ വേണ്ടി വരുന്നവർ, അപ്പോൾ വലിയ തോതിലുള്ള ഒരു ഡിസ്റപ്ഷനാണ് ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് കാശ്മീരിലെ, ജമ്മു കാശ്മീരിലെ സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കുന്നത് ചെറിയ തരത്തിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവിടെ ജനങ്ങൾ ഈ ഭീകരതയ്ക്കെതിരെ രംഗത്തിറങ്ങിയപ്പോൾ അതിന് മുന്നിൽ നിന്നത് കാശ്മീരിലെ സാധാരണക്കാരനായിരുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. സമ്മർദ്ദം മൂലം രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ അതിൽ പങ്കുചേരേണ്ട ഒരു സാഹചര്യം വന്നു. മെഹബൂബ മുഫ്തി നേരിട്ട് പ്രകടനം നയിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ഈ ബന്ദിന് ആഹ്വാനം ചെയ്തത് പോലും അവിടുത്തെ വ്യാപാര സംഘടനകളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു കാര്യം. ലാൽ ചൗക്കിലടക്കം രാത്രികാലങ്ങളിൽ കച്ചവടം പൊടിപൊടിക്കുന്നതിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അവിടെ രാത്രി സംഗീത വിരുന്നുകൾ നടക്കുന്ന ഒരു കാര്യമുണ്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ 2-3 കൊല്ലത്തിനുള്ളിൽ വന്ന മാറ്റങ്ങളാണ്. ഒരു ചെറിയ മാറ്റങ്ങളായിരിക്കാം, പക്ഷേ അത് അവിടുത്തെ സാമൂഹിക ജീവിതത്തിൽ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതീക്ഷ കൂടിയാണ്. അതായത് കാശ്മീരിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ യാതൊരു തരത്തിലും മതത്തിനതീതമായി, രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ തീവ്രവാദമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും തീവ്രവാദം തുടച്ചു നീക്കാനുള്ള എല്ലാ നടപടിയും ഉണ്ടാകണമെന്നും ഒറ്റക്കെട്ടായി നിന്ന് പറയുന്ന ജനങ്ങളുടെ വീഡിയോകൾ നമുക്ക് സമൂഹ മാധ്യമത്തിൽ ഒന്നിറങ്ങും കാണാം. അതുകൊണ്ട് തന്നെ ഇതൊരു ശുഭപ്രതീക്ഷയാണ്. ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതകൾ, അസ്വാരസ്യങ്ങൾ അവിടെ ഉണ്ടാവരുത് എന്ന ഉറച്ച പ്രതീക്ഷയിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പിന്തുണ സൈന്യത്തിനും പോലീസിനും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തീവ്രവാദത്തെ അപ്പാടെ തുടച്ചു നീക്കാൻ ഇന്ത്യക്ക് കരുത്താർജിക്കാൻ കഴിയും കൂടുതൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.